ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ജനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നിൻ ജനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോ വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോ വിശ്വാസത്തിൻ നായകനെ നോക്കിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ ആനന്ദമാനന്ദം ആത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. ലോകമെമ്പാടുമുള്ളതായ പൗരോഹിത്യ സഭകളിലുള്ള ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുന്ന ദിവസം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുന്നു. നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നു. പലതരത്തിലുള്ളതായ ആഘോഷങ്ങൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നു. വാസ്തവത്തിൽ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ
എന്താണ്? ദൈവത്തിൻ്റെ വചനം നാം ഇപ്പോൾ വായിച്ചത് ഇപ്രകാരമാണ്: കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. 7-ാം വാക്യത്തിൽ ഈ ദൂതൻ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയണം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു. എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷിക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരനുഭവം, ജനിച്ച ഒരനുഭവം, ഇന്നും കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്ന ഒരനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. കേവലം പുറമേ കാണുന്ന ചില ആഘോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ലല്ലോ ഈസ്റ്റർ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത്. ഇതിൽ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കെന്താണ് കിട്ടിയത്? മനുഷ്യജാതിക്ക് എന്ത് നന്മയാണ് ഉണ്ടായത്? നാം ചിന്തിച്ചിട്ടുണ്ടോ? ദൂതൻ വളരെ വ്യക്തമായിട്ടാണ് ആ ഗുഹയുടെ, കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നതായ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. 3 ദിവസം മുമ്പ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, നിങ്ങൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നോക്കി നിന്നവരാണ്, നിങ്ങൾ മുറവിളിയിട്ട് നിലവിളിച്ചവരാണ്, നിങ്ങൾ അതിദുഃഖത്തോടെ കരഞ്ഞവരാണ്. നിങ്ങളോട് യേശു പറഞ്ഞതാണ്, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീനെന്ന്. അതെല്ലാം ഈ സ്ത്രീകളുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകളുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും സങ്കടത്തിൻ്റെയും വേദനയുടെയും നാളുകളുണ്ട്. സുവിശേഷകർ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദുഃഖത്തിൻ്റെ വെള്ളി, സന്തോഷത്തിൻ്റെ ഞായർ. മരണത്തിൻ്റെ വെള്ളി, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായർ. സങ്കടത്തിൻ്റെ വെള്ളി, സന്തോഷത്തിൻ്റെ ഞായർ. ഈ 2 അനുഭവവും മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്, ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഒരു വെള്ളിയുടെ, ഒരു ദുഃഖവെള്ളിയുടെ അനുഭവമുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മെ വിട്ട് പോകുന്ന അനുഭവമുണ്ട്. രോഗമാണെന്ന് കേൾക്കുന്ന ഒരു വെള്ളിയുണ്ട്. കടഭാരം വന്ന് കയറുന്ന ഒരു ദുഃഖത്തിൻ്റെ, വേദനയുടെ വെള്ളിയുണ്ട്. എന്നാൽ അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം തീരുകയാണോ? ഒരിക്കലുമല്ല. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായർ വരുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഞായറാഴ്ചയുണ്ട്. കടഭാരം മാറുന്ന ഒരു ദിവസമുണ്ട്. രോഗത്തിന് പരിഹാരം വരുന്ന ഒരു ദിവസമുണ്ട്. സങ്കടങ്ങൾ മാറുന്ന ഒരു ദിവസമുണ്ട്. വേദനകൾ മാറുന്ന ഒരു ദിവസമുണ്ട്. ദുഃഖമെല്ലാം സന്തോഷമായി മാറുന്ന ഒരു ദിവസമുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും തമ്മിൽ പരസ്പരം കലഹിച്ചും വഴക്കടിച്ചും എല്ലാം കഴിയുന്ന ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ഒരു ഞായറാഴ്ചയുണ്ട്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നാം കടന്നുപോയിട്ടുണ്ടോ? ഒന്ന് തിരിഞ്ഞു നോക്കൂ. പലതരത്തിലുള്ളതായ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും സഹിച്ച് കഴിയുകയല്ലേ ഇന്ന് അനേകരെ. ഒരു പരിഹാരമാർഗം നിങ്ങൾ തേടിയിട്ടുണ്ടോ? ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വാക്കുകൾ പറയുന്നതായ സമയം എൻ്റെ ജീവിതത്തിലെ ഒരു പഴയ അനുഭവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. ഏകദേശം 27-28 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായി ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ആ കേൾക്കാൻ ചെന്നതായ ദിവസം, കേട്ടുകൊണ്ടിരുന്നതായ ആ ദിവസം, ഞാൻ നിരാശയുടെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭാവിയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. എല്ലാം തീർന്നു എന്ന് ഞാൻ ചിന്തിച്ചൊരു മനുഷ്യനാണ്. ഈ ലോകം മാത്രമാണ് മനുഷ്യൻ്റെ ആയുസ്സുള്ള സ്ഥലം, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നായിരുന്നു അന്ന് എൻ്റെ ചിന്താഗതി. അന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ പേരുകൊണ്ട് വിദ്യാർത്ഥിയാണെങ്കിലും ഞാൻ പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തി ആയിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ദോഷം ചെയ്തതായ, പഠിക്കാതെ നടന്നതായ ഒരു മനുഷ്യനാണ്. അതായിരുന്നു എൻ്റെ പഴയകാല ജീവിതം.
മുമ്പോട്ട് നോക്കിയാൽ എനിക്കൊരു ഭാവി ഉണ്ടായിരുന്നില്ല. 3 വർഷത്തെ ഡിഗ്രി കോഴ്സിനാണ് ഞാൻ ആ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 വർഷം ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല. 3-ാമത്തെ വർഷവും എനിക്ക് പരീക്ഷ എഴുതാനുള്ള ഉദ്ദേശവുമില്ല. വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല എന്നും എനിക്ക് പരീക്ഷ എഴുതാൻ ഉദ്ദേശമില്ല എന്നും എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അവരോട് ഞാനത് തുറന്നു പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. പാവപ്പെട്ട കൂലിപ്പണിക്കാരിയായ എൻ്റെ മാതാവാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിതാവ് ഒരു രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവ് പുറമേ എങ്ങും പോയി ജോലി ചെയ്യുകയോ പൈസ കൊണ്ടുവരികയോ ചെയ്യുമാറില്ല. എൻ്റെ പാവപ്പെട്ട അമ്മയായിരുന്നു കൂലിപ്പണിക്ക് പോയി അന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് തുറന്നു പറഞ്ഞാൽ, ഈ കാര്യം അറിയിച്ചാൽ എൻ്റെ അമ്മ തകർന്നു പോകുമായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ ലോകത്തിൻ്റെ പിശാച്, ഈ ലോകത്തിൻ്റെ സാത്താൻ എൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്നത് കൊണ്ട് ഞാൻ അമ്മയെക്കുറിച്ചോ വീട്ടിനെക്കുറിച്ചോ എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ടെങ്കിലും, നാളെ എന്താകുമെന്നുള്ളൊരു ഭീതി ഉണ്ടെങ്കിലും, കൂട്ടുകാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ സ്വഭാവം പഴയതുപോലെ തന്നെയാകും. ഞാൻ അവരോടൊപ്പം എനിക്കിഷ്ടമുള്ളതുപോലെയുള്ളതായ വഴികളിലൂടെയൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ എല്ലാം തകർന്ന്, പഠിത്തമെല്ലാം തകർന്ന് തരിപ്പണമായി നിരാശയുടെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുമ്പോഴാണ് ഭാഗ്യവശാൽ ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനുള്ളതായ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയത്. ആ കേട്ട ദിവസം തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആ എളിയ ജീവിതം, തകർന്ന ജീവിതം ഞാൻ വെച്ചു കൊടുത്തു. യേശുവെ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക എന്ന് ഞാൻ അന്ന് യേശുവിനോട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു മാറ്റമുണ്ടാകുമെന്ന്. എനിക്കറിയില്ലായിരുന്നു ഇതെല്ലാം മാറി ഒരു നല്ല ഭാവി എനിക്ക് ലഭിക്കുമെന്ന്. ഞാൻ അന്ന് വചനം കേട്ടപ്പോൾ ആ വചനത്തിൽ കൂടിയുള്ള ആഹ്വാനത്തിൻ്റെ ഒരു പ്രതികരണം എന്നവണ്ണം ഞാൻ എൻ്റെ ജീവിതം യേശുവിന് കൊടുക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. അത്രയേ സംഭവിച്ചുള്ളൂ. പക്ഷേ ആ വാക്കുകൾ സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കണ്ട സ്വർഗത്തിലെ ദൈവം, യുഗങ്ങൾക്ക് മുമ്പേ എന്നെ കണ്ട കർത്താവായ യേശു ക്രിസ്തു, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ കണ്ടതായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് ബോധ്യം വന്നത്. കാരണം ഞാൻ ആ വാക്ക് പറഞ്ഞ്, യേശുവിന് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് വാക്ക് പറഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് പോയി അടുത്ത നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ നടന്നത് വലിയ അത്ഭുതമായിരുന്നു. ഒരു മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാൾ, ഒരു കുഷ്ഠരോഗിയുടെ കുഷ്ഠം പെട്ടെന്ന് തന്നെ മാറുന്നതിനേക്കാൾ, അതിനേക്കാളെല്ലാം വലിയ അത്ഭുതമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അന്ന് മുതൽ നടക്കാനായിട്ട് തുടങ്ങിയത്. എനിക്ക് ഈ വചനത്തോടൊരു ആഗ്രഹം, ഇത് കേൾക്കണം എന്നുള്ളതായ ആഗ്രഹം. എവിടെയെല്ലാം ഈ വചനമുണ്ടോ അവിടെയെല്ലാം ഞാൻ ഓടി നടക്കാൻ തുടങ്ങി, വചനം കേൾക്കുന്നതിന് വേണ്ടി. ഈ വചനം വായിക്കുന്നത് എനിക്ക് വലിയ ആർത്തിയായി മാറി. എത്ര സമയം ഇരുന്ന് വായിച്ചാലും മതിവരാത്ത രീതിയിൽ വായിക്കുവാനുള്ളതായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ അറിഞ്ഞില്ല ഇതെല്ലാം ക്രിസ്തുവാണ് എന്നിൽ ചെയ്യുന്നത് എന്ന്. കർത്താവായ യേശു ക്രിസ്തുവാണ് എനിക്ക് ഈ ആഗ്രഹം തരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. മാത്രവുമല്ല, എൻ്റെ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങി. എൻ്റെ തകർന്നുപോയ ജീവിതം കർത്താവായ യേശു ക്രിസ്തു പുതുക്കി പണിയാൻ തുടങ്ങി. 2 വർഷം പരീക്ഷ എഴുതാതെ നടന്നു. 3-ാം വർഷവും പരീക്ഷ എഴുതാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 3 വർഷത്തെ പരീക്ഷകൾ ഒന്നിച്ചു പോയി എഴുതി സ്വർഗത്തിലെ ദൈവം മാന്യമായ മാർക്ക് തന്ന് എന്നെ പാസ്സാക്കി. എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് സാധ്യമല്ലാതിരുന്ന കാര്യമാണത്. വീണ്ടും പഠിക്കുവാനുള്ളതായ ആഗ്രഹം ഹൃദയത്തിൽ തന്നു. ഞാൻ ഇന്ന് പലരെക്കുറിച്ച് കേൾക്കുമ്പോൾ, പല യൗവനക്കാരെക്കുറിച്ച്, പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവർ ഉഴപ്പി നടക്കുന്നതിനെക്കുറിച്ച് മാതാപിതാക്കന്മാർ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. പുറമേ നിന്ന് മാതാപിതാക്കന്മാരാകട്ടെ, മറ്റാരുമാകട്ടെ, ഗുരുക്കന്മാരാകട്ടെ, ആരും കുട്ടികളെ എത്രത്തോളം ഉപദേശിച്ചാലും അവർക്ക് പഠിക്കണമെന്നുള്ളതായ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവില്ല. എന്നാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്വയമേ ഒരു ആഗ്രഹം ഉണ്ടായാൽ ആരും പറയണ്ട, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഈ രീതിയിൽ ജീവിച്ചാൽ പോരാ എന്നുള്ളതായ ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ നന്നായി പഠിക്കണമെന്ന്, നല്ല ഭാവി നേടണമെന്നുള്ളതായ ഒരാഗ്രഹം തന്നു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നതായ കോളേജിൽ തന്നെ അധ്യാപകരെ കണ്ടപ്പോൾ ആ അധ്യാപകരെ പോലെ ഒരു അധ്യാപകനാകണമെന്നുള്ളതായ ആഗ്രഹം
കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തന്നു. അത് കർത്താവ് തന്നതാണ്. ദൈവമക്കളെ, അതുകൊണ്ട് എനിക്ക് തുടർന്ന് നന്നായി പഠിക്കണമെന്നുള്ള ആഗ്രഹം ഹൃദയത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അധ്വാനിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞിട്ടല്ല, അതെൻ്റെ ഹൃദയത്തിൽ തന്നെത്താനെ വരാൻ തുടങ്ങി. പഠിക്കുവാൻ കൃപ സ്വർഗത്തിലെ ദൈവം തന്നു, ബുദ്ധി കർത്താവ് തന്നു. പഠിച്ചു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അധ്യാപകനാക്കി സ്വർഗത്തിലെ ദൈവം എന്നെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. തകർന്നു പോകേണ്ടതായിരുന്നു. ഞാൻ ഈ വചനം കേട്ടില്ലായിരുന്നെങ്കിൽ, ഈ വചനത്തിന് മുമ്പിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. ദൈവമക്കളെ, ദുഃഖവെള്ളിയുടെ അനുഭവത്തിലായിരുന്നു ഞാൻ. ഒരു സങ്കടത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിലായിരുന്നു ഞാൻ. പരാജയപ്പെട്ട് കിടക്കുകയായിരുന്നു ഞാൻ. മുമ്പിലോട്ട് നോക്കിയാൽ ഇനിയൊരു ഭാവി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം കർത്താവായ യേശുക്രിസ്തു തന്നു. ഈസ്റ്റർ ഞായറിൻ്റെ ഒരു അനുഭവം എനിക്ക് തന്നു. സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു എന്നെ കൊണ്ടുവന്നു. ഇന്ന് ആ അനുഭവത്തിൽ നിൽക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. നാം ഇവിടെ വായിച്ചത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇനി യേശുവിനെ ആരും മരിച്ചവരുടെ ഇടയിൽ പോയി അന്വേഷിക്കണ്ട. അവിടെ ദൂതൻ ഈ സ്ത്രീകളോട് പറയുന്നത്, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് നീ വേഗം ചെല്ലണം. എന്നിട്ട് അവരോട് പറയണം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 3 ദിവസം മുമ്പ് നിങ്ങൾ ഈ കല്ലറയ്ക്കകത്ത് വെച്ച് അടക്കി വെച്ചതായ യേശുക്രിസ്തു ഇന്ന് ഈ കല്ലറയിലില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ശിഷ്യന്മാർ എത്രയോ പേരുടെ മരണം കണ്ടിട്ടുണ്ട്. അവരുടെ തന്നെ വേണ്ടപ്പെട്ട എത്രയോ പേരുടെ മരണം കണ്ടിട്ടുണ്ട്. ആ മരിച്ച വ്യക്തികളെ കല്ലറകളിൽ കൊണ്ട് അടക്കിയിട്ടുണ്ട്. അവർക്കറിയാം, പിന്നീട് ആ കല്ലറ തുറന്നിട്ടോ ആ കല്ലറയിൽ നിന്ന് ആ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റിട്ടോ ഇല്ല. അതുപോലെ തന്നെയാണ് അവർ പ്രതീക്ഷിച്ച് ഈ യേശുവിനെയും കൊണ്ട് കല്ലറയിൽ വെക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു തന്നെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ ഈ ശിഷ്യന്മാർ അതെല്ലാം മറന്നുപോയി. ഈ ദുഃഖവെള്ളിയുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു പ്രയാസമുണ്ട്. വേദന ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ വചനം പലപ്പോഴും മറന്നുപോകും. ചില ചിന്തകളും ചില ദുഃഖങ്ങളും ചില സങ്കടങ്ങളും ചില വേദനകളും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ പഴയ കാലത്തെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നടത്തിയത് മനുഷ്യൻ മറന്നുപോകുന്നു. ദൈവമക്കളെ, ശിഷ്യന്മാരത് മറന്നുപോയി. പക്ഷേ അവരെ ഓർമ്മപ്പെടുത്തുവാൻ ഈ സ്ത്രീകളെ പറഞ്ഞയക്കുകയാണ്. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമക്കളെ, ഈ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത്? നമുക്ക് മനുഷ്യരാശിക്ക് എന്താണ് ഗുണമുള്ളത്? എനിക്കെന്ത് ഗുണമാണുള്ളത്? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിലെ ഒരു മഹാത്ഭുതമാണ്. ഇനി ഒരു മഹാത്ഭുതം കൂടെ നടക്കാനുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്. ദൈവമക്കളെ, ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മനുഷ്യരാശിക്ക് കിട്ടിയത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹാത്ഭുതങ്ങളാണ്, സൗഭാഗ്യങ്ങളാണ്. ദൈവവചനത്തിൽ അത് പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ചില അനുഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം മനുഷ്യരാശിക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഒന്ന് യേശു ദൈവപുത്രനാണ് എന്നുള്ളതായ പരമസത്യം തെളിയുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു കന്യകയുടെ ഗർഭത്തിൽ, കന്യകയായ മറിയാമിന്റെ ഉദരത്തിൽ ഒരു ശിശുവായി ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ പുത്രനാണ്. പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. ദൈവത്തിന്റെ സ്തോത്രം. അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലായില്ല, ഇന്നത്തെ മനുഷ്യർക്കും മനസ്സിലാകുന്നില്ല. ഈ വചനം വായിക്കുന്ന അനേകർക്ക് പിടികിട്ടുന്നില്ല. ഈ യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളതായ പരമസത്യം. യേശു ഉയർത്തെഴുന്നേറ്റതിലൂടെ താൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് എന്ന് ലോകത്തിന് കർത്താവായ യേശുക്രിസ്തു കാണിച്ചു കൊടുത്തു. സാധാരണ മനുഷ്യനല്ല, സാധാരണ പ്രവാചകന്മാരല്ല. അതുവരെയുള്ളതായ അനേക പ്രവാചകന്മാരെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അനേക പ്രവചനങ്ങൾ ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ വേല ചെയ്തവരുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് എന്ന് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, പുനരുദ്ധാരണത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു തെളിയിച്ചു. 2, മനുഷ്യൻ മരിക്കും. അന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ആളുകൾ മരിക്കുന്നുണ്ട്, ഇന്നും ആളുകൾ മരിക്കുന്നുണ്ട്. പക്ഷേ മരണശേഷം ഒരു ഉദ്ധാരണമുണ്ട്, ഒരു പുനരുദ്ധാരണമുണ്ട്. മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം തീരുന്നില്ല, ആയുസ് തീരുന്നില്ല, അതോടുകൂടി സകലവും അവസാനിക്കുന്നില്ല. അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ തെളിയിക്കപ്പെട്ടു. മരണത്തെ കീഴടക്കി. അതുവരെ മനുഷ്യൻ മരണത്തെ ഭയപ്പെട്ടിരുന്നു. അതുവരെ മനുഷ്യൻ മരണമെന്ന് കേൾക്കുമ്പോൾ ഭീതിയിലായി. ഇല്ലേ? നമുക്കും അറിയില്ലേ, ഇന്നും അനേകർക്ക് മരണം വരുന്നു,
മാരകമായ രോഗമാണ്, ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു, ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സങ്കടത്തോടെ, വേദനയോടെ, നിരാശയോടെ കഴിയുന്ന എത്രയോ പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ഹൃദയത്തിലുള്ളതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ മരണമെന്ന് കേൾക്കുമ്പോൾ ഭയമില്ല ദൈവമക്കളെ. മരണമെന്ന് കേൾക്കുമ്പോൾ ഭീതി വരുന്നില്ല. കാരണം ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ട്. മരിച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെട്ടാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുമെന്നുള്ളതായ ഒരു ഉറപ്പുണ്ട്. മരണത്തോടുകൂടി തീരുന്നില്ല. മരണത്തെ കീഴടക്കിയ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എനിക്ക് പോകാം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, പുനരുദ്ധാരണം ചെയ്യപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്കൊരു ഉറപ്പ് കിട്ടി. അവർക്കുമുണ്ട് ഒരു പുനരുദ്ധാരണം, അവർക്കുമുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അവരുടെ ഈ ശരീരം മാറും, പുനരുദ്ധാരണ ശരീരം അവർക്ക് ലഭിക്കും. ദൈവമക്കളെ, ആ ഒരു അനുഭവം മനുഷ്യരാശിക്ക് അന്ന് തെളിഞ്ഞു കിട്ടി. ദൈവനാമം മഹത്വപ്പെടട്ടെ. മൂന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ കൂടി നിത്യജീവൻ എന്ന് പറയുന്നതായ സ്വർഗരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് മനുഷ്യന് മനസ്സിലായി. അത് കർത്താവായ യേശുക്രിസ്തു തെളിയിച്ചു കൊടുത്തു. ദൈവമക്കളെ, അന്ന് ആ വെള്ളിയാഴ്ച കുരിശിന്മേൽ കിടക്കുമ്പോൾ അതിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി കർത്താവിന്റെ രണ്ട് വശങ്ങളിലുമായി ഓരോ കള്ളന്മാരെ കൂടെ ക്രൂശിച്ചിട്ടുണ്ട്. അതിലൊരു കള്ളൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ, എന്നെ കൂടി ഓർക്കണമേ. കർത്താവായ യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. കുരിശിന്മേൽ കിടക്കുന്ന ക്രിസ്തു, ആണികളാൽ തൂക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു, പടയാളികളാൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ടവനായി കിടക്കുന്ന ക്രിസ്തു, അവസാനത്തോളത്തുള്ളി രക്തം വരെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ക്രിസ്തു, നോക്കിയാൽ മനുഷ്യന്റെ ലോകപ്രകാരമുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ പരാജയപ്പെട്ട് എല്ലാം തകർന്ന് എല്ലാം തീർന്ന് കുരിശിന്മേൽ രണ്ട് കൈകളും വിരിച്ച് ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി കുരിശിൽ കിടക്കുന്ന ക്രിസ്തു. ഒന്ന് തല പോലും നിവർത്താൻ സാധിക്കുന്നില്ല. തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുന്നു. കണ്ണിലൂടെ ചോര ഒഴുകുന്നു, കണ്ണുനീരൊഴുകുന്നു, ശരീരത്തിലൂടെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ലോകം നോക്കിയാൽ പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു ക്രിസ്തുവിനെ എന്നവർക്ക് തോന്നും. എന്നാൽ അവിടെ കിടന്നുകൊണ്ടാണ് ക്രിസ്തു തന്നോട് യാചിക്കുന്നതായ, തന്നോട് അപേക്ഷിക്കുന്നതായ, കൂടെ ക്രൂശിക്കപ്പെട്ടവനായ കള്ളനോട് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ കുരിശിൽ നിന്ന് ഞാൻ എൻ്റെ ജീവൻ വെടിയുമ്പോൾ, എൻ്റെ ആത്മാവ് വെടിയുമ്പോൾ, ഇവിടെ നിന്ന് മാറുമ്പോൾ ഞാൻ പരദീസയിലാണ്, കൂടെ നീയും ഉണ്ടാകും. ഒരു വാഗ്ദത്തമാണ് അവന് കൊടുക്കുന്നത്. ദൈവമക്കളെ, അങ്ങനെ കർത്താവ് മരിച്ചതായ ഈ ഭൂമിയിൽ, കർത്താവ് കുരിശിന്മേൽ മരിച്ചതായ ദിവസം തന്നെ ഒരു കള്ളനെയും കൂടെ പരദീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയി. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിൽ കൂടി നിത്യജീവന്റെ ഉറപ്പ് മനുഷ്യരാശിക്ക് ലഭിച്ചു. ഒരു നിത്യതയുണ്ട് എന്നുള്ളതായ ഉറപ്പ് ലഭിച്ചു. ഞാനൊന്ന് നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ, മരണത്തോടു കൂടി തീരുമെന്നാണോ നാം ഓരോരുത്തരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? മരണം വരെ ഉള്ളൂ, ഈ ഭൂമിയിലുള്ള ആയുസ്സോട് തീർന്നു, എല്ലാം തീർന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല ദൈവമക്കളെ, ഒരു നിത്യതയുണ്ട് കേട്ടോ. ഒരു ആത്മാവുണ്ട്, ആ ആത്മാവിനൊരു നിത്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് ഒരു ന്യായവിധി സഭയുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ട് വരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല, നമ്മുടെ ആത്മാവ് തീർന്നു പോകുന്നില്ല. ആ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പുനരുദ്ധാന ശരീരത്തോടു കൂടി ആത്മാവ് ചേരുന്ന ഒരു ദിവസമുണ്ട്. നാം ഈ ഭൂമിയിൽ ചെയ്തതും, നാം ഈ ഭൂമിയിൽ ചിന്തിച്ചതും, നാം ഈ ഭൂമിയിൽ പറഞ്ഞതുമായ സകലവിധ കാര്യങ്ങൾക്കുമുള്ളതായ ഒരു ന്യായാധിപ സഭയുടെ മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. ഞാനിത് ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതുമല്ല. ദൈവമക്കളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ പരമസത്യം നാം ഓരോരുത്തരും തിരിച്ചറിയണം. മരണത്തോടുകൂടി തീരുന്നില്ല, ഒരു നിത്യതയുണ്ട്. ഇന്ന് മനുഷ്യന്റെ ജീവിതം കണ്ടാൽ, ഇന്ന് മനുഷ്യന്റെ പോക്ക് കണ്ടാൽ, ഇന്ന് ഈ മനുഷ്യന്റെ ലോകത്തിലുള്ള ഓട്ടം കണ്ടാൽ ഇതോടുകൂടി എല്ലാം തീരുന്നു എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. അല്ല ദൈവമക്കളെ, നമുക്ക് ഒരു നിത്യതയുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിച്ചു. രണ്ട്, കർത്താവായ യേശുക്രിസ്തു മരണത്തെ കീഴടക്കി. ഒരു പുനരുദ്ധാനമുണ്ട്, മനുഷ്യനും ഒരു പുനരുദ്ധാനമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു തെളിയിച്ചു. മൂന്ന്, മനുഷ്യന് ഒരു നിത്യജീവനുണ്ട്, ഒരു നിത്യതയുണ്ട്, ഒരു സ്വർഗരാജ്യത്തിന്റെ അനുഭവമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ കൂടി തെളിയിച്ചു. നാല്, മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപത്തിന് പരിഹാരം വന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ മനുഷ്യന് കിട്ടിയത്. മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്താണ്? മനുഷ്യനെ സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ടിരുന്ന എന്താണ്? മനുഷ്യനെ ദുഃഖത്തിലേക്കും വേദനയിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്താണ്? എല്ലാറ്റിന്റെയും മൂല കാരണം മനുഷ്യന്റെ ജീവിതത്തിലെ പാപമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ പാപമാണ്. പാപമാണ് മനുഷ്യനെ നിരാശയിലേക്ക് ആഴ്ത്തുന്നത്.
പാപമാണ് മനുഷ്യനെ ഈ ലോകത്തിൽ സകല തിന്മകളിലേക്ക് നയിക്കുന്നത്. മനുഷ്യൻ ഉയരാതെ, മനുഷ്യൻ വളരാതെ, മനുഷ്യന് ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോകാതെ മനുഷ്യനെ തളർത്തിയിടുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ പാപമാണ്. അല്ലേ, ഒന്ന് നോക്കൂ. നന്നായി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ അനേക ചെറുപ്പക്കാർ കോളേജുകളിലേക്കും മറ്റ് പഠനശാലകളിലേക്കും പോകുന്നത്. എന്നാലോ അവിടെ ചെല്ലുമ്പോൾ ആദ്യ നാളുകളിൽ, ഞാനൊരു അധ്യാപകനായതുകൊണ്ടും കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുള്ളത് കൊണ്ടും അവരെന്നോട് തുറന്നു പറയാറുള്ളത് കൊണ്ടൊക്കെയാണ് ഞാനിത് പറയുന്നത്. അവർ വരുമ്പോൾ പറയും, സാറേ ഞാൻ +2-ന് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു നന്നായിട്ട് പഠിക്കണമെന്ന്. ഇനി എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ ശരിക്കും പഠിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ +1-നും +2-നും ചേർന്നത്. സാറേ, +1-ന് ചേർന്നപ്പോൾ ആദ്യത്തെ 1 മാസം നന്നായിട്ട് പഠിച്ചു. പക്ഷെ പതിയെ ഞാൻ ആ പഴയ രീതിയിലേക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് +2-ന് നല്ല മാർക്ക് കിട്ടിയില്ല. ഇപ്പോൾ എനിക്കൊരു തീരുമാനമുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വന്നിരിക്കുന്നു. സാർ, ഇപ്പം എനിക്കൊരു തീരുമാനമുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ശരിക്കും പഠിക്കും, ഏറ്റവും നന്നായിട്ട് പഠിക്കും. ഇത് ഞാൻ ആ പഴയതുപോലെ ഉഴപ്പില്ല. ആദ്യത്തെ 1 മാസത്തേക്ക് ആ ഒരു ചൂടുണ്ടാകും. അത് കഴിയുമ്പോഴോ അവർ വീണ്ടും ആ പഴയതിലേക്ക് പോകുന്നു. കാരണം മനുഷ്യൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താലും അതിൻ്റെ വീഴാനുള്ള കാരണം അവരുടെ ഉള്ളിൽ പാപമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട്. ഈ ലോകത്തിലേക്ക് മനുഷ്യനെ വീഴ്ച കളയുന്നതായ, തൻ്റെ ഭാവി നോക്കാതെ, തനിക്ക് കിട്ടാനിരിക്കുന്ന നല്ല ഭാഗ്യകരമായ ഭാവിയെക്കുറിച്ച് ഓർക്കാതെ അവന്റെ കണ്ണ് ഈ ലോകത്തിൽ മാത്രം തളർത്തിയിടുന്നതായ ഒരു പിശാചുണ്ട്. അവന്റെ ഭാവി കൂമ്പടപ്പിച്ച് കളയുന്ന ഒരു പിശാചുണ്ട്. അത് പലരും തിരിച്ചറിയുന്നില്ല. ഈ വചനം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ച നാളിൽ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണത്. ഒരു സാത്താനുണ്ട്, ഒരു പിശാചുണ്ട്. അവന്റെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കരുത്, അവന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കരുത് എന്നുള്ളത് അതെനിക്കൊരു മഹാഭാഗ്യമായി തീർന്നു. ആ ഒരു തീരുമാനമെടുത്തത് മഹാഭാഗ്യമായി പോയി. മനുഷ്യന്റെ ഭാവി നശിപ്പിക്കുന്ന പാപത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിൽ കൂടെ ലഭിച്ചു. പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാപത്തിന് പരിഹാരം കിട്ടിയോ? കർത്താവായ യേശുക്രിസ്തു സകലരുടെയും പാപം ചുമന്നുകൊണ്ട്, ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യരുടെയും പാപത്തെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വന്നു. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇന്നും നാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര്, ഇന്നും നാം ഏതെങ്കിലുമൊക്കെ വലിയ വലിയ സഭകളിൽ ജീവിക്കുന്നവര്, സഭയുടെ പേരിൽ നല്ല അഭിമാനം കൊള്ളുന്നവര്, അതൊരു പ്രശംസാ വിഷയമായിട്ട് എടുക്കുന്നവര്, ചോദിച്ചു കൊള്ളട്ടെ, ദൈവമക്കളെ, പാപം മാറിയോ? പാപം മാറിയോ? പാപത്തോട് യാത്ര പറഞ്ഞോ? കർത്താവായ യേശുക്രിസ്തു ആണോ ഹൃദയത്തിൽ വസിക്കുന്നത്? ഇല്ല എങ്കിൽ നാം ഏത് സഭയിലാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര ഉന്നതമായിരിക്കുന്ന സഭാ നേതാക്കന്മാർ നമ്മുടെ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര ഉന്നതരായിരിക്കുന്ന സഭയിലെ നേതാക്കന്മാരുമായിട്ട്, അല്ലെങ്കിൽ സഭയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായിട്ട് ബന്ധമുണ്ടെന്നോ, അവരോട് ഏറ്റവും അടുത്ത് വസിക്കുന്നവനാണെന്നോ, അവരുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നെന്നോ എല്ലാം നമ്മൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? പാപം മാറിയില്ല എങ്കിൽ, കർത്താവായ യേശുക്രിസ്തു കുരിശിന്മേൽ സാധിച്ചു തന്ന പാപത്തിന്റെ മേൽ ജയം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ലഭിച്ചിട്ടില്ല എങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ദൈവമക്കളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് ഈ പാപത്തിന്റെ മേൽ പരിഹാരം കിട്ടിയോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ച മഹാഭാഗ്യമാണത്. ഇനി നമുക്ക് ലഭിച്ച മറ്റൊരു മഹാഭാഗ്യം കൂടിയുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണം കൊണ്ട് മനുഷ്യജാതിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 49-ാമത്തെ വാക്യം. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. നാം ഈ ഭൂമിയിലേക്ക് വന്നത് ആദാമിന്റെ ശരീരവുമായിട്ടാണ്, മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരവുമായിട്ടാണ്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയുമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാന ശരീരം എങ്ങനെ ആ യേശുവിന് കിട്ടിയോ, അതേ ശരീരം നമുക്ക് ലഭിക്കും. കാരണം അതിനു മുന്നോടിയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ആ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്കും ഒരു പുനരുദ്ധാന ശരീരം കിട്ടും. ആ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഒരു പുനരുദ്ധാരണ ശരീരം ലഭിക്കുവാൻ തക്കവണ്ണമാണോ ഇന്ന് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും കർത്താവിന്റെ 2-ാമത്തെ വരവിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് മരിച്ചു പോയാൽ, യേശുവിന്റെ 2-ാമത്തെ വരവെങ്കിൽ കാഹളനാദം കേൾക്കുമ്പോൾ ഞാനും ഉയർത്തെഴുന്നേൽക്കും, എനിക്കൊരു പുനരുദ്ധാരണ ശരീരം കിട്ടും. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ കൂടി നമുക്ക് ലഭിച്ച മഹാഭാഗ്യമാണത്. അത് ലഭിക്കാതെ പോകരുത്. അത് ലഭിക്കാതെ പോയാൽ നഷ്ടമാണ്. ആ നഷ്ടം നമുക്ക് ആർക്കും വന്നു ചേരുവാൻ ഇടയാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തു പറയുന്നു? ഈ പുനരുദ്ധാരണ ശരീരം പ്രാപിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
കരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, അവിടുന്ന് ഈ ഭൂമിയിൽ കടന്നു വന്ന് കർത്താവെ ഒരു ശിശുവായി ജനിച്ച്, മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവായി ജനിച്ച്, ഈ ഭൂമിയിൽ അവിടുന്ന് ജീവിച്ച്, കർത്താവെ പാപം കൂടാതെ ജീവിച്ച്, പാപത്തിന്മേൽ ജയം കാണിച്ചു തന്നുകൊണ്ട് ജീവിച്ച്, അവിടുന്ന് ഈ ഭൂമിയിൽ മനുഷ്യരാൽ തള്ളപ്പെട്ടവനായി, മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ടവനായി, കർത്താവെ അവിടുന്ന് കുരിശന്മേൽ കയറി അടിയങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി അവിടുന്ന് കുരിശന്മേൽ മരിച്ചു. അവിടുത്തെ കർത്താവെ ഒരു കല്ലറയിന്മേൽ അടക്കം ചെയ്തു. എന്നാൽ അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പുനരുദ്ധാരണ ശരീരം അവിടുന്ന് പ്രാപിച്ചു. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിലും ആ പുനരുദ്ധാരണ ശരീരം തരുവാൻ വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് ഈ കുരിശന്മേൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. കർത്താവെ, ഇന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുന്ന ഓരോരുത്തർക്കും ഈ പുനരുദ്ധാരണ ശരീരം ലഭിക്കാൻ തക്കവണ്ണം രക്ഷയുടെ അനുഭവത്തിലേക്ക്, വീണ്ടെടുക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക്, സ്വർഗരാജ്യത്തിന്റെ ഉടയവരായി തീർന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കണമേ എന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. എല്ലാ അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ